ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും രോഹിത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം. വന്നാ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഞാനും പപ്പിമോളും കൂടി അങ്ങ് പോവാം. അയ്യോ അച്ഛൻ. അലമാര തട്ടിക്കൊണ്ടു വച്ചായിരുന്നു. ഞാനിപ്പോ എടുത്തരാ. ഞാനിപ്പോ എടുത്ത. ഈയിടെയായിട്ട് മറവി ഇത്ര കൂടുതലാണല്ലോ. എന്താ രാഘവേട്ടാ? അല്ല, ഇവിടെ ഇല്ല. അല്ല, എന്റെ തന്നെ ആണോ ഭാമ വന്നേ? പിന്നെ അല്ലാതെ. പൈസ എവിടെ വെച്ചിരിക്കുന്നത് രാഘവേട്ടന് അറിയില്ലേ? ഭാമ, അല്ല, ഞാന് അത് അലമാരിക്കകത്താണോ അതോ ഈ കിടക്കയുടെ അടിയിലാണോ വെച്ചേന്നേ? ശരിക്കും കൊണ്ട് ഓർക്കുന്നില്ല. ഇനിയിപ്പോ സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? എന്നാലും ഇത് എവിടെ പോയി? സത്യമേ, കാശ് ഇവിടുന്ന് എവിടെ പോവാനാ? വീടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. നോക്കു പന്നി, അവിടെയും കൂടെ ഒന്ന് നോക്ക. എന്നാൽ ഈ പണം ഞാൻ എവിടാ വെച്ചത്? ഓർക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും കൊടുത്തോ? ഓർമ്മയും ബോധവും ഇല്ലാത്ത ആളെന്തിനാ ഞാൻ ആ കാശ് തന്നപ്പോ മേടിച്ചു വെച്ചത്? ഇനിയിപ്പോ നാളത്തെ കാര്യത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ഞാൻ എവിടുന്ന് കാശുണ്ടാക്കും? നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. എവിടെ ഞാൻ വച്ചിട്ടുണ്ട്, അത് എവിടാന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എന്തോ ചെയ്യും? ഞാൻ മരിക്കാൻ പറ്റുമോ? നിങ്ങളെ പോലുള്ളവര് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. കുടുംബത്തിനൊരു കൈ സഹായം പോലും ഇല്ലാതെ ജീവിക്കുകയും ചെയ്യും. ഇതുപോലുള്ള ഏടാകൂടങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കുകയും ചെയ്യും. ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ട, ദ്രോഹിക്കാതെങ്കിലും ഇരുന്നൂടെ എന്നെ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കാശ് കിട്ടണം. എവിടെയാ വെച്ചിരിക്കുന്നെന്ന് വെച്ചാ അതങ്ങ് നോക്കി എടുത്തോണം. രാഘവേട്ട, ഞാനിതെന്റെ മനസ്സിൽ തട്ടി പറയുന്നത്, എനിക്ക് കാശ് വേണം. ശ്യാമേ, ശ്യാമേ, മോളെ എന്താ? എടി, നീ എന്തിനാ വിളിച്ചെന്നാ ചോദിച്ചത്? എന്ത് പറയാനാ അമ്മ? ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. പിന്നെ കരുതി അമ്മയോട് പറഞ്ഞിട്ട് എന്തിനാ, അമ്മ കുറെ സങ്കടപ്പെടുന്നല്ലാതെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ വീതി, അല്ലാതെ എന്ത് പറയാനാ? മോളെ, ഇപ്പൊ എന്താ ഉണ്ടായത്? അത് പറ. അമ്മ, രോഹിത് ഇവിടെ ഒന്നും സമ്മതിക്കുന്നില്ല. എല്ലാത്തിനും നിയന്ത്രണമാ. അപ്പിയാണെങ്കിൽ ഡാൻസ് പോലും കളിക്കാൻ സമ്മതിക്കുന്നില്ല. കളിക്കണ്ടെന്നാ പറയുന്നേ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സ്കൂളില് ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുമ്പോ അവര് മാത്രം എങ്ങനെയാ കളിക്കാതിരിക്കുന്നത്? ഇവിടെ സത്യമോളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മക്കളുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം. അമ്മ, അതൊന്നും രോഹിത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. രോഹിത്തിന്റെ മനസ്സിൽ മുഴുവനും ഇപ്പൊ പക മാത്രമാ. എന്നോടും എന്റെ മോളോടും കാണിക്കുന്ന ഈ ദേഷ്യം മുഴുവനും ആ പകയിൽ നിന്നുണ്ടായതാ. എന്നോട് കാണിക്കുന്നത് പോട്ടെ, ആ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോട് കാണിക്കുന്നത് കാണുമ്പോഴാ
ചില ആൾക്കാർ അങ്ങനെയാ മോളെ. ഉള്ളിൽ ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അവരെ കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല. എന്തൊക്കെയാ അവര് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ മോള് സൂക്ഷിക്കണേ. എന്തിനാ സൂക്ഷിക്കേണ്ട? ഇപ്പൊ ജീവിക്കാനുള്ള മോഹമൊക്കെ തീർന്നു. ഒരായുസ് മുഴുവനും അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിച്ച് തീർത്തു അമ്മ. മോളെ, എനിക്ക് എന്റെ പപ്പിമോളുടെ കാര്യത്തിലേ ഭയമുള്ളൂ. അതൊന്നും അറിയാതെ ഇതെല്ലാം കണ്ടും കേട്ട് ഇവിടെ ജീവിക്കണമെന്ന് ഓർക്കുമ്പോ ഉള്ള വിഷമേ ഇപ്പൊ ഉള്ളൂ. ഞാൻ മടുത്തമ്മ. എല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും ഓടിപ്പോവാനാ എനിക്ക് തോന്നുന്നത്. ശ്യാമേ, മോളെ എല്ലാം ശരിയാവൂടി. നിന്റെ ഈ കണ്ണീര് കാണാതിരിക്കാൻ ഈശ്വരന്മാർക്ക് കഴിയില്ല. അവരതിനൊരു പരിഹാരം കാണും. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് നേര്. പറ്റുമെങ്കിൽ രോഹിത്തിനെയും കൂട്ടി ചെല്ലാന്ന് പറയേ. സമയദോഷത്തിന്റെ ആവാലോ മോളെ. 1-2 ക്ഷേത്രത്തിലൊക്കെ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോ എല്ലാം കലങ്ങി തെളിയും. മോളെ, നിന്റെ മനസ്സിന് തന്നെ നല്ലൊരു സമാധാനം കിട്ടും. ഞാനും ആ ഒരു പ്രതീക്ഷയില്ല അമ്മ. എന്തായാലും അമ്മ പറഞ്ഞ പോലെ ഞാൻ കുടുംബക്ഷേത്രത്തിലൊന്ന് പോവാം, വഴിപാടും കഴിപ്പിക്കാം അമ്മ. എന്തായാലും രോഹിത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം, വന്നാ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഞാനും പപ്പിമോളും കൂടി അങ്ങ് പോവാം. അയ്യോ അച്ഛൻ. അച്ഛനോ? അമ്മ ഇവിടെ വിഷ്ണുവേട്ടന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. രാഘവേട്ടൻ എന്താ ഇപ്പൊ അവിടെ? ഈ ചവറെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഭാമേ? ഇതിങ്ങനെ കൂടിക്കിടന്നാലേ ഏതെങ്കിലുമൊക്കെ എഴുജന്തുക്കൾ കയറിയിരിക്കുന്നേ. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ചുമ്മാ അച്ഛാ, എത്ര പെണ്ണുങ്ങളുടെ വീടായത്? ഈ ചവറൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കാൻ ഇവിടെ ആർക്കും നേരമില്ലെന്ന് പറഞ്ഞാ അതിനും എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ വേണം. ഡി, നിന്റെ അമ്മ എന്തി? ഭാമ എന്തെന്നാ ഞാൻ ചോദിച്ചേ? അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അല്ലെങ്കിലും എന്നെ പരിക്കാലും അവക്കറിയൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവളെ കണ്ടുപിടിക്കത്തില്ലല്ലോ. ഇതിനൊക്കെ മേലാത്ത ഞാൻ തന്നെ വേണം. ഭാമേ, ഭാമേ. അച്ഛാ, എന്തിയവള്? ഭാമ എന്തിയെന്ന്?